ഹൈ ഗായ്സ്, ഞാൻ അപ്പിലു. മോഹൻലാല് പുലിമുരുകനില് പറഞ്ഞ പോലെ പുലിനെ അതിന്റെ മടയിൽ പോയി പിടിക്കണം, അതുപോലെ മധുഹൂത്തിനെ അതിന്റെ മടയിൽ പോയി പിടിക്കണം. അങ്ങനെ മധുഹൂത്തിന്റെ മടയും തപ്പി ഞങ്ങളെത്തിയത് മഞ്ചേരി അളങ്കൂർ മഞ്ഞപ്പറ്റിയിലുള്ള കോയക്കാന്റെ റെയ്ഹാൻ മധുഹൂത്ത് കഴിക്കാൻ. കേറി ചെന്നത് വെടിവെക്കുന്ന പോലെ കോയക്ക് കുക്കറുകൾക്കൊക്കെ തീ കൊടുക്കായിരുന്നു. എന്നിട്ട് 4 തവണ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്ത നല്ലവനായ ചിക്കനെ എടുത്ത് തിളയ്ക്കുന്ന കുക്കറിലിടും. ആ കുതിർന്ന് കിടക്കുന്ന ചിക്കനെ മൂപ്പര് വേദനിപ്പിക്കാണ്ടൊന്ന് ഇളക്കും. പിന്നീട് കഴുകി വെച്ച അരി എടുത്ത കുക്കറിനകത്തേക്ക് കുത്തിക്കേറ്റും. തിളച്ചു മറിയുന്ന ആ മസാലയിൽ ആ പച്ചമുളകും കൂടി ഇടുമ്പോ എവിടെയില്ലാത്ത നല്ലൊരു മണം മൂക്കിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കുത്തിക്കേറും. പിന്നെ ആ ഭാഗത്ത് പിടിച്ചു നിൽക്കാനേ പറ്റൂല. മണം സഹിച്ചു പിടിച്ച് ഗതികെട്ട് വരുമ്പോ കുക്കറും തൂക്കി പിടിച്ച് മൂപ്പന്റെ ഒരു വരവുണ്ട്. എന്നിട്ട് മൂടിയൊന്ന് പൊക്കി കഴിഞ്ഞാൽ ചുറ്റുള്ളതൊന്നും കാണൂല. ആവി ഇങ്ങനെ പറക്കുന്നത് കൊണ്ട് ആ പറക്കുന്ന ആവിയോട് കൂടി വലിയൊരു തട്ടില് കൊട്ടിയിട്ട് മൂപ്പരൊരു ഇളക്കുണ്ട്. എന്റെ പൊന്നോ, കോഴിക്കടയിൽ കാത്തിരിക്കുന്ന നായ്ക്ക് ഒരു പീസ് ചിക്കൻ കിട്ടുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. അതിന്റെയൊക്കെ ഡബിൾ ട്രിപ്പിൾ ഇരട്ടി ഫീലിലാണ് ഞങ്ങളീ ഇരിക്കുന്നത്. എന്നിട്ട് ഒരു പീസ് ഉള്ളിയോട് കൂടി റൈസ് ഇട്ടപ്പോ കാര്യങ്ങളൊക്കെ ഒരുപാട് സിമ്പിൾ ആയ പോലെ തോന്നി. കാരണം ഇറച്ചിക്ക് ഓൾറെഡി പിച്ചി വെച്ച പോലെ ഉണ്ട്. അത്രയും പൂ പോലെയാണ് വന്നിക്കുന്നത്. ഒരുപാട് പണികളൊക്കെ കുറഞ്ഞ് ജസ്റ്റ് ഒന്ന് വായിലിട്ട് അലിഞ്ഞങ്ങോട്ട് പോയിക്കോളും. മയോണൈസ് ഇല്ലാത്ത മൂപ്പര് സ്പെഷ്യൽ ചട്നിയും കൂട്ടി ഒരു പിടി പിടിക്കണം. ഉള്ളത് പറയാലോ മക്കളെ, എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെ. വീഡിയോ കണ്ടിരുന്ന് വെള്ളമിറക്കുന്ന നിങ്ങൾക്ക് ഇത്ര ഫീല് കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് പോയി കഴിച്ച് ഞങ്ങൾ അപ്പൊ എത്രത്തോളം ആസ്വദിച്ചിട്ടുണ്ടാവും. വീഡിയോ കണ്ടിട്ട് വെറുതെ അങ്ങോട്ട് കയറി ചെന്നാലൊന്നും കിട്ടൂല. പോകുന്നതിന്റെ 1 മണിക്കൂർ മുന്നേ താഴെക്കൊടുത്ത നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് പോയാൽ മാത്രമേ ചൂടോടുകൂടി കുക്കർ നിങ്ങളുടെ പൊട്ടിച്ച് തരുള്ളൂ. ലൊക്കേഷൻ മറക്കണ്ട.